ഈ അടുത്തിടെയായിരുന്നു സാന്റിയാഗോ കോമിക്കോണിൽ വെച്ചിട്ട് മാർവൽ ഒരു ഹ്യൂജ് അനൗൺസ്മെൻറ്റ് നടത്തിയത്. റോബർട്ട് ഡൗണി ജൂനിയർ മാർവലിലേക്ക് തിരിച്ചു വരുന്നു. അതും ടോണി സ്റ്റാർക്കായിട്ടല്ല, മറിച്ച് ഡോക്ടർ ഡൂം എന്ന വില്ലൻ കഥാപാത്രമായി. സോ ഡോക്ടർ ഡൂമായി റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ആ ഒരു തിരിച്ചുവരവിനെ പറ്റിയും ഇനി ഇറങ്ങാൻ പോകുന്ന 2 അവഞ്ചേഴ്സ് സിനിമകളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാങ് പോലെ മാർവൽ ഫാൻസിനിടയിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വില്ലന് പകരം ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം കാങ് അത്ര പവർഫുൾ ആണെങ്കിൽ പോലും നമ്മൾ ഫാൻസിന് കാങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് ഇതുവരെയായിട്ടും കയറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള ഒരു വില്ലനാണ്. മാത്രമല്ല മാർവലിൻ്റെ തന്നെ ഫേസായി നിൽക്കുന്ന വില്ലൻ ക്യാരക്ടേഴ്സിൽ ഒരാൾ കൂടിയാണ് ഡോക്ടർ ഡൂം എന്നുള്ളത്. ഒരുപക്ഷെ മാർവലിൻ്റെ പഴയ ഒരു ഹൈപ്പ് തിരികെ കൊണ്ടുവരാനായിരിക്കും ഡോക്ടർ ഡൂമായി അഭിനയിക്കാൻ മാർവലിൻ്റെ തന്നെ ലെജൻഡറി ആക്ടറായിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയർ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ ഒരു കാരണത്തിനല്ലെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയറെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ മാർവൽ എന്തോ കാര്യമായി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. RDJ ഡോക്ടർ ഡൂമായി തിരിച്ചു വരുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷനോടൊപ്പം ലിവ് അപ്പ് ചെയ്തില്ലെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയർ അയൺമാനായി ഉണ്ടാക്കി വെച്ച ആ ഒരു ലെഗസി തന്നെ നഷ്ടപ്പെടും. ഇനിയുണ്ടാകുന്നൊരു സംശയമായിരിക്കും, ഒറിജിനൽ വിക്ടർ വോൺ ഡൂം ആണോ അല്ലെങ്കിൽ ടോണി സ്റ്റാർക്കിൻ്റെ ഏതെങ്കിലും ഒരു വേരിയൻ്റ് ആണോ റോബർട്ട് ഡൗണി ജൂനിയർ അവതരിപ്പിക്കുന്ന ഈ ഒരു ഡോക്ടർ ഡൂം എന്ന്. ഇതിനെപ്പറ്റി കൺഫർമേഷൻ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും സാന്റിയാഗോ കോമിക്കോണിൽ വെച്ചിട്ട് റോബർട്ട് ഡൗണി ജൂനിയറെ റൂസോ ബ്രദേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിക്ടർ വോൺ ഡൂം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് അവരറിയാതെ ചെയ്തതാണോ അതോ മനഃപൂർവ്വം തന്നെ ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മാർവൽ കോമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോണി സ്റ്റാർക്കും ഡോക്ടർ ഡൂമും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാനായി സാധിക്കും. ഇവർ രണ്ടുപേരും ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരാണ്, ഭയങ്കര ഈഗോയിസ്റ്റിക്കൽ ആയിട്ടുള്ളവരാണ്, ഐ ആം ദ വൺ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അങ്ങനെ ഒരുപാട്. മാത്രമല്ല അയൺമാനും ഡോക്ടർ ഡൂമും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന മൾട്ടിപ്പിൾ കോമിക്സും ഇറങ്ങിയിട്ടുണ്ട്. അയൺമാൻ ഡീമൺ ഇൻ ദ ആർമർ കോമിക്സിൽ ടോണി സ്റ്റാർക്കിൻ്റെ മൈൻഡ് ഡോക്ടർ ഡൂമിലേക്കും ഡോക്ടർ ഡൂമിൻ്റെ മൈൻഡ് അയൺമാനിലേക്ക് ആകുന്നതായും കാണിക്കുന്നുണ്ട്. ടോണിയുടെ ബോഡിയിലേക്ക് വന്ന ഡോക്ടർ ഡൂം ഒരു വില്ലനായി മാറുകയും ഡോക്ടർ ഡൂമിൻ്റെ ബോഡിയിലേക്ക് ചെന്ന ടോണി ഒരു ഹീറോയായി മാറുകയും ചെയ്യുന്നു. അവസാനം ടോണി തൻ്റെ സ്വന്തം ബോഡിയിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം ഡോക്ടർ ഡൂമിൻ്റെ ബോഡിയിൽ ഒരു ഓണറബിൾ മാനായി നിലനിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കോമിക് എൻഡ് ചെയ്യുന്നത്. ഇൻഫേമസ് അയൺമാൻ കോമിക്സിൽ ഡോക്ടർ ഡൂം അയൺമാൻ മാൻഡിൽ ഏറ്റെടുക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അയൺമാനും ഡോക്ടർ ഡൂമും തമ്മിൽ ഒരുപാട് കണക്ഷൻ കോമിക്സിൽ കാണിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന അവഞ്ചേഴ്സ് സിനിമകളിൽ പഴയ അവഞ്ചേഴ്സ് ടോണിയുടെ മുഖമുള്ള ഡോക്ടർ ഡൂമിനെ കാണുമ്പോൾ ഇത് ടോണിയാണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന സീനുകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറും എൻ ഗെയിമും ഡയറക്റ്റ് ചെയ്ത റൂസോ ബ്രദേഴ്സ് തന്നെയാണ് ഇനി വരാൻ പോകുന്ന 2 അവഞ്ചേഴ്സ് സിനിമകളും ഡയറക്റ്റ് ചെയ്യാനായി പോകുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ് ഡേ എന്നാണ് ഇനി വരാൻ പോകുന്ന 5ാമത്തെ അവഞ്ചേഴ്സ് ചിത്രത്തിൻ്റെ പേര്. സിനിമയിലെ വില്ലൻ കഥാപാത്രമായുള്ള ഡോക്ടർ ഡൂമിൻ്റെ പേരൊക്കെയായിട്ട് നല്ല സാമ്യം നമുക്ക് ഈ ഒരു പേരിൽ തോന്നും. ഡൂംസ് ഡേ, നാശത്തിൻ്റെ നാൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഒരു പേരിൽ തന്നെ എന്തായിരിക്കും സിനിമയുടെ പ്ലോട്ട് എന്ന് ഒരു പരിധിവരെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. സിനിമയുടെ അവസാനം ഡൂംസ് ഡേ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാശത്തിൻ്റെ ആ ഒരു ഇവൻറ്റ് കാണിച്ചുകൊണ്ട് ഇൻഫിനിറ്റി വാറിലേതുപോലെ അവഞ്ചേഴ്സ് തോൽക്കുന്നതായി കാണിച്ചേക്കാം. അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ എൻ ഗെയിം പോലെ സീക്രട്ട് വാഴ്സ് മൂവിയും പുറത്തിറങ്ങുന്നു. മാർവലിൻ്റെ 2 സീക്രട്ട് വാഴ്സ് കോമിക്സുകളിലും പ്രധാന വില്ലനായി എത്തുന്നത് ഡോക്ടർ ഡൂം തന്നെ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡൂമിനെ വില്ലനാക്കുന്നത് ഒരു ആപ്റ്റ് ചോയ്സ് തന്നെയാണ്. ഇനി തുടർന്നുള്ള വീഡിയോകളിൽ സീക്രട്ട് വാഴ്സ് കോമിക്കിനെ പറ്റി അപ്ലോഡ് ചെയ്യാനായി ശ്രമിക്കാം. മാത്രമല്ല ഈയിടെയായി നമ്മൾ ഒട്ടും മാർവൽ കണ്ടൻസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം കാര്യമായുള്ള അപ്ഡേറ്റ്സ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെയായിരുന്നു. സോ ഇനി മുതൽ റെഗുലറായി മാർവൽ കണ്ടൻസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫാൻ തിയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം. അതുവരെയും ഗുഡ് ബൈ.